നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇനി ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് ഒരുപക്ഷെ സമീപകാലത്തെങ്ങാനും ഉണ്ടാകുമോ എന്നറിയില്ല. BJP സർക്കാരിനെ ഇത്രയധികം വിറളി പിടിപ്പിക്കുന്ന ജസ്റ്റിസ് BR ഗവായ്, ഓരോ വിധിയും ഓരോ ഉത്തരവുകളും അദ്ദേഹം പറയുന്ന ഓരോ വാക്യങ്ങളും BJPക്ക് വലിയ പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ന്യായീകരിക്കാൻ BJP നടത്തുന്ന കോലാഹലങ്ങൾ കണ്ട് അതിൽ അന്തം വിട്ട് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാജിവെക്കുമ്പോൾ ജസ്റ്റിസായ BR ഗവായി ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ്. ഒന്ന്, രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തി BJP കളിച്ച ഒരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ടായിരുന്നു. രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധിയായി ചോദിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 143 ഉപയോഗിച്ചു കളയാം എന്ന് ശ്രമിച്ചു. അവിടെ ചീഫ് ജസ്റ്റിസ് കൊടുത്ത മറുപടി രാഷ്ട്രപതി നാണം കെട്ട് തല താഴ്ത്തുന്ന ഒരവസ്ഥ. BJPയുടെ ഏറാം മൂളിയായി മാറുകയാണോ ദ്രൗപദി മുർമു എന്ന നിരവധിയായ ഹാഷ്ടാഗുള്ള ചോദ്യങ്ങൾ. അതായത് പ്രസിഡന്റ് എന്ന പദവിയെ ഏറ്റവും അപമാനകരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് BJPയുടെ കാൽ കീഴ് വയ്ക്കുന്ന സാഹചര്യം, അടിമത്തം, അതായിരുന്നു ദ്രൗപദി മുർമുവിന് ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്നത്. റബ്ബർ സ്റ്റാമ്പ് തന്നെ. പക്ഷെ ഇങ്ങനെ തരം താഴണമോ എന്ന ചോദ്യം ജസ്റ്റിസ് BR ഗവായിയെ ഭയക്കുകയാണ്. അനധികൃതമായി എവിടെയൊക്കെ അധികാരത്തിലേക്ക് കയറിയോ അവിടെയൊക്കെയുള്ള നടപടിക്രമങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് രണ്ടാമത്തെ പ്രധാന വിഷയം. അതായത് ചീഫ് ജസ്റ്റിസ് എന്ന ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് കോടതി ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ജ്ഞാനേഷ് കുമാർ വാ പൊളിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം BJPയുമായി ഡീൽ നടത്തിയിട്ടിരിക്കുന്ന ജ്ഞാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വില കൊടുത്തും BJPയുടെ അജണ്ടകൾ, താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായുണ്ട്. മഹാരാഷ്ട്രയിൽ ചെയ്തു വെച്ചിരിക്കുന്ന നെറികേട്, അത് രാജീവ് കുമാർ തൻ്റെ മുൻഗാമിയാണെങ്കിൽ പോലും അത് കൃത്യമായി നോക്കിക്കണ്ട ആൾ എന്ന രീതിയിൽ ജ്ഞാനേഷ് കുമാറിന് ആ വിധിയെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി നീങ്ങുകയാണെങ്കിൽ അത് ഏത് രീതിയിലും തടയേണ്ട നീക്കങ്ങൾ നടത്തണം. ഭരണഘടനാപരമായി സുപ്രീം കോടതിക്ക് ഒരു വിധി പുറപ്പെടുവിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിസൾട്ടിനെ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി അറിയുന്ന വ്യക്തിയാണ് ജ്ഞാനേഷ് കുമാർ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നത് സുപ്രീം കോടതിയുടെ വീറ്റോ പവറിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ഒരു അധികാരം കയ്യിലിരിക്കെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സമാനതകളില്ലാത്ത ഒരു പോരാട്ടം കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇത് പ്രതിപക്ഷത്തിന് മുതൽക്കൂട്ടാണ്. ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിനെ കൃത്യമായി ഉപയോഗിച്ചാൽ പ്രതിപക്ഷത്തിന് ഇവിടെ BJPയെ തകർക്കാം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരാം. BJP സർക്കാരിനെ പിഴുതെറിയാൻ, അതല്ലെങ്കിൽ BJPയെ മുട്ടുകുത്തിക്കാൻ കിട്ടുന്ന ഏറ്റവും സുവർണ അവസരമാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ സ്ഥിതിഗതികൾ.